എൻ്റെ മെൻറ്റർ എനിക്ക് നൽകിയിട്ടുള്ള എട്ടാമത്തെ അഡ്വൈസ് എന്ന് പറയുന്നത് ടു മേക്ക് എ 3-year മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അതായത് ഒരു 3 വർഷത്തേക്കുള്ളൊരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളൊരു ടാസ്ക്കാണ് എനിക്ക് നൽകിയത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, 3 വർഷത്തേക്കുള്ളൊരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വെക്കുകയാണ്. എന്താണത്? അതായത് 2025 മുതൽ 2027 വരെയുള്ള ആ 3 വർഷ കാലഘട്ടത്തിൽ ലോകത്തിലുള്ള എല്ലാ മലയാളികളും എടുക്കുന്ന തീരുമാനം, അല്ലെ എടുക്കാൻ പോകുന്ന തീരുമാനം എന്നോടും കൂടി ചോദിച്ചിട്ടാവണം എന്നുള്ളൊരു മിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് എടുക്കുന്നത്. അതായത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ 3 വർഷം കൊണ്ട് 2025 മുതൽ 2027 വരെ ഉള്ള കാലഘട്ടത്തിൽ അവരവരുടെ ജീവിതത്തിൽ എടുക്കുന്ന സുപ്രധാന തീരുമാനങ്ങൾ എന്നോടും കൂടി ചോദിച്ചിട്ട് മാത്രമേ അവർ എടുക്കുകയുള്ളൂ എന്നുള്ളൊരു മിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാൻ എനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. എൻ്റെ തീരുമാനത്തോടു കൂടി അല്ല നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഭാവിയിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതിന് ഞാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തന്നെ ഒരു അനുഭവമാണ്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്തിനോട് ആ വ്യക്തി ഭവനം നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. ഒരു കുറച്ച്, അതായത് ഈ പണമെല്ലാം, വീട് പണിയാനുള്ള പണം എല്ലാം സ്വരൂപിച്ച ശേഷം ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പം താമസിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും ആ ഭവനം നിർമ്മിക്കരുതെന്നുള്ളൊരു അഡ്വൈസ് ഞാൻ കൊടുത്തു. പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ആളുകൾ നമ്മുടെ അഡ്വൈസോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളോ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാകും. പക്ഷേ ഒരു 15-18 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് അദ്ദേഹത്തെ വീണ്ടും കാണേണ്ടി വന്നപ്പോൾ എന്നോട് പറഞ്ഞത്, അന്ന് എന്നോട് ഞാൻ ബിജു എന്ന ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ആ ഒരു തീരുമാനം ശരിയായിരുന്നു. ഇന്ന് അവിടെ വീട് വെച്ചതിൽ അദ്ദേഹം ദുഃഖിക്കുന്നു, അല്ലെങ്കിൽ ഖേദമുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പലപ്പോഴും ചില വ്യക്തികൾ ഈ ലോകത്ത് ചില നിയോഗത്താലാണ് വരുന്നത്. അവർ പറയുന്ന ചില കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെക്കുറിച്ചായിരിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളിൽ നാളെ ദുഃഖിക്കാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് എംബ്രേസ് മീ, എന്നെ നിങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ആ ഒരു പോയിന്റിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഐ വിൽ ബി ഹെൽപ്പിംഗ് യു ടു ഗ്രോ എക്സ്പോണൻഷ്യലി.